യുദ്ധം, വെടിനിർത്തൽ, പക്ഷേ സമാധാനം അകലെ. 2 മാസത്തോളമായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തെ ഇങ്ങനെ സംഗ്രഹിക്കാം. ചർച്ചകൾക്ക് സാധ്യതയില്ലാത്ത വിധം ശത്രുതയിലായ അമേരിക്കയും ഇറാനും ഒരേ മേശയുടെ ഇരുവശവും ഇരിക്കുമെന്ന് കരുതാനാകില്ല. അത്രയ്ക്ക് അവിശ്വാസമാണ് ഇറാന് അമേരിക്കയോട്. എങ്കിലും ലോകത്തിന് എണ്ണയും വേണം, സമാധാനവും വേണം. ഹോർമൂസ് കടലിടുക്ക് പഴയ പോലെ എപ്പോഴും തുറന്നു കിടക്കണം. അതിന് വേണ്ടത് ശാശ്വതമായ വെടിനിർത്തലാണ്. അതുകൊണ്ട് തന്നെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് പല രാജ്യങ്ങളും വീണ്ടും ഇറാനെയും അമേരിക്കയെയും ചർച്ചകളിൽ എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ 2ാം ഘട്ട ചർച്ചകൾക്ക് വീണ്ടും പാകിസ്ഥാൻ വേദിയാകുന്നു. ചർച്ചയ്ക്കായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് എങ്കിലും US-ഉമായി നേരിട്ട് ചർച്ച ഇല്ല എന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ഭരണകൂടവുമായിട്ടായിരിക്കും അരാക്ചിയും ഇറാനിയൻ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ച നടത്തുക. പാകിസ്ഥാനിലെ മധ്യസ്ഥർ മുഖേന നിലപാടുകൾ US-നെ അറിയിച്ചുകൊണ്ടുള്ള ഇടനില ചർച്ചയാണ് ഇറാൻ ഉദ്ദേശിക്കുന്നത്. തുടർച്ചയായി വാഗ്ദാനങ്ങൾ ലംഘിക്കുന്ന US-ഉമായി ചർച്ച ഇല്ല എന്നത് ഇറാൻ നേരത്തെ സ്വീകരിച്ച നിലപാടാണ്. മുൻ നിലപാടുകൾക്ക് വിരുദ്ധമായി US ഹോർമൂസിൽ നാവിക ഉപരോധം ഏർപ്പെടുത്തിയതാണ് ഇറാനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ നാവിക ഉപരോധം US അവസാനിപ്പിച്ച് പിൻവാങ്ങാതെ നേരിട്ട് ഒരു ചർച്ചയും ഇല്ലെന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ നിലപാട്. 2ാം ഘട്ട ചർച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾ ഇസ്ലാമാബാദിൽ നടക്കുമ്പോൾ തന്നെ ഇറാൻ തുറമുഖത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ച ഇറാൻ പതാകയുള്ള കപ്പലിനെ US സൈന്യം തടഞ്ഞത് ചർച്ചയിൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർക്കുണ്ട്. ചർച്ചകൾക്കായി സ്റ്റീവ് വിറ്റ്കോഫും ജാരദ് കുഷ്ണറും അടക്കമുള്ള US സംഘം പാകിസ്ഥാനിലേക്ക് പുറപ്പെടുന്നുണ്ട്. അരാക്ചിയുടെ നേതൃത്വത്തിൽ ഇറാൻ സംഘം പാകിസ്ഥാനിൽ എത്തിയ സമയത്താണ് അമേരിക്കൻ സംഘത്തിന്റെ യാത്ര എന്നത് ഈ സംഭവത്തെ ശ്രദ്ധേയമാക്കുകയാണ്. പാകിസ്ഥാൻ ഇടനിലക്കാരുമായി നടക്കുന്ന ചർച്ചയിൽ എത്രത്തോളം പുരോഗതി കൈവരിക്കാനാകുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ഇറാനുമായി 2ാം ഘട്ട ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. കഴിഞ്ഞ ബുധനാഴ്ച ചർച്ച നടക്കുമെന്ന് സൂചനകൾ പുറത്തുവന്ന സമയത്താണ് ഇറാൻ ചർച്ചയിൽ നിന്ന് പിന്മാറിയത്. പിന്നീട് ഇറാൻ സ്വീകരിച്ച നിലപാടും US-ഉമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന് തന്നെയായിരുന്നു. ഇതിനിടയിൽ പാക് സൈനിക മേധാവി അസിം മുനീർ ഇറാൻ നേതൃത്വവുമായി ഇറാനിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ അബ്ബാസ് അരാക്ചി പാകിസ്ഥാനിൽ എത്തിയിട്ടുള്ളത്. എന്നാൽ തന്റേത് സമയബന്ധിതമായ പര്യടനമാണ് എന്ന് അരാക്ചി പറയുന്നു. പാകിസ്ഥാന് പുറമെ റഷ്യ, ഒമാൻ എന്നീ രാഷ്ട്രങ്ങളിലേക്കും യാത്ര പോകുന്നുണ്ട്. ഇത് US-ഉമായുള്ള നയതന്ത്ര ചർച്ചയുടെ ഭാഗമല്ല എന്നും തദ്ദേശ വികസനം ചർച്ച ചെയ്യാനാണ് എന്നുമാണ് അരാക്ചിയുടെ വാദം. പക്ഷേ വിറ്റ്കോഫും കുഷ്ണറും കൂടി പാകിസ്ഥാനിൽ എത്തുന്നതോടെ അത് വെടിനിർത്തൽ ചർച്ചകളിലേക്ക് മാറും. എന്നാൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് പദ്ധതിയൊന്നുമില്ല എന്നും പാകിസ്ഥാനിലെ മധ്യസ്ഥർ മുഖേന മാത്രമേ തങ്ങളുടെ നിലപാടുകൾ അറിയിക്കൂ എന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിയൻ ഉദ്യോഗസ്ഥരും US ഉദ്യോഗസ്ഥരും തമ്മിൽ കൂടിക്കാഴ്ചയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏപ്രിൽ 11, 12 തീയതികളിൽ ആദ്യഘട്ട ചർച്ചകൾ ഇസ്ലാമാബാദിൽ നടന്നപ്പോൾ അതിന് നേതൃത്വം നൽകിയത് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരുന്നു. എന്നാൽ അന്ന് കാര്യമായ ഒരു പുരോഗതിയുമില്ലാതെ ചർച്ച അലസിപ്പിരിക്കുകയാണ് ഉണ്ടായത്. ഇക്കുറി വാൻസ് ചർച്ചാ സംഘത്തോടൊപ്പമില്ല. US-ഉമായി നേരിട്ട് ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പുരോഗതി ഈ ചർച്ചയിലും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ആവശ്യമാണ് എന്ന് തോന്നിയാൽ മാത്രമേ JD വാൻസ് ഇസ്ലാമാബാദിലേക്ക് പോകൂവെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലെവിറ്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇറാനുമായി 2ാം ഘട്ട ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് എത്തിയേക്കുമെന്ന് വരെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഇറാൻ ചർച്ചകളിൽ നിന്ന് പിൻവാങ്ങുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഈ നീക്കം US ഉപേക്ഷിച്ചത്. ഹോർമൂസ് കടലിടുക്കാണ് ചർച്ചകൾ വഴിമുട്ടുന്നതിലെ പ്രധാന വിഷയം. ഹോർമൂസിലെ US നാവിക ഉപരോധം അവർ പിൻവലിച്ചാലേ ചർച്ചകൾക്കുള്ളൂ എന്ന് ഇറാൻ നിലപാട് അറിയിച്ചിരുന്നു. US-ഉം ആവശ്യപ്പെടുന്നത് അതുതന്നെയാണ്. ഹോർമൂസ് നിബന്ധനകൾ ഏതുമില്ലാതെ തുറക്കാൻ ഇറാൻ തയ്യാറാകണമെന്നാണ് US ആവശ്യപ്പെടുന്നത്. ഹോർമൂസിലെ US നാവിക ഉപരോധം പിൻവലിക്കണം. ഇറാനുമേൽ ഏർപ്പെടുത്തിയിട്ടുള്ള പാശ്ചാത്യ ഉപരോധങ്ങൾ പിൻവലിക്കണം. ലെബനൻ അടക്കമുള്ള ഇറാനിയൻ സഖ്യകക്ഷികളുമായി ഇസ്രയേൽ യുദ്ധം പാടില്ല. ഒപ്പം ഭാവിയിൽ ഇനിയൊരിക്കലും ഇറാനെ അമേരിക്കയോ ഇസ്രയേലോ ആക്രമിക്കരുത്. ഇത്രയും കാര്യങ്ങളാണ് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ആദ്യ റൗണ്ട് ചർച്ചയിൽ ഏറെക്കുറെ ധാരണയിൽ എത്തി എന്ന ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇടപെടലാണ് ചർച്ച പൊളിച്ചത് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ US മറിച്ചൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുമില്ല. ആദ്യഘട്ട ചർച്ചകൾ ഫലപ്രാപ്തിയിൽ എത്താത്ത സാഹചര്യത്തിൽ ശാശ്വതമായ വെടിനിർത്തൽ ലക്ഷ്യമിട്ടുള്ള 2ാമത്തെ ശ്രമം കൂടിയാണ് ഇത്.
പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം വീണ്ടെടുക്കുന്നതിനായി റഷ്യ, ഒമാൻ തുടങ്ങിയ രാജ്യങ്ങളുമായി ഇറാൻ ആശയവിനിമയം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം അവസാനിപ്പിക്കാൻ ഈ നയതന്ത്ര ഇടപെടലുകൾ വഴി സാധിക്കുമെന്നാണ് വിവരം. അരാക്ചിയുടെ മോസ്കോ, മസ്കറ്റ് സന്ദർശനങ്ങളും ഇതിന്റെ ഭാഗമാണ് എന്ന് കാണേണ്ടി വരും. അതേസമയം അടിക്കടി വെടിനിർത്തലുകൾ ലംഘിക്കുന്ന യുഎസിന്റെയും ഇസ്രായേലിന്റെയും നടപടികൾ അവസാനിക്കാതെ ഹോർമുസ് തുറക്കുക അസാധ്യമാണ് എന്നാണ് ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് അറിയിച്ചിട്ടുള്ളത്. ഇറാനിയൻ തുറമുഖങ്ങൾക്കെതിരായ ഉപരോധമാണ് ഇറാൻ പ്രധാനമായും ആരോപിക്കുന്ന കരാർ ലംഘനം. ഉറപ്പുകൾ ലംഘിക്കലും ഹോർമുസ് ഉപരോധവും ഭീഷണികളും ഇല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറാണ് എന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും അറിയിച്ചിട്ടുണ്ട്.